നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഥമ പൂജനീയനായ ഗണപതിയെ പൂജിച്ച ശേഷമാണ് ഏതൊരു മംഗളകാര്യവും ആരംഭിക്കുന്നത്. ആരംഭിച്ച കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ തുടരാനും വിനായകന്റെ സഹായം തേടാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് വിനായക സന്നിധികൾ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ തടസ്സങ്ങൾ നീക്കി ഭാഗ്യാനുഭവങ്ങൾ ചൊരിയുന്ന വിനായകർക്ക് പ്രധാന പ്രതിഷ്ഠയുള്ള വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പിള്ളയാർപട്ടി കற்பക വിനായകർ ക്ഷേത്രം. തമിഴിൽ ഗണപതിയെ പിള്ളയാർ എന്നും വിളിക്കുന്നുണ്ട്. ഗജമുഖാസുരനെ വധിച്ച ശേഷം ഗണപതി പാപപരിഹാരത്തിനായി പിതാവായ ശിവനെ പൂജിച്ചുകൊണ്ട് ധ്യാനനിരതനായിരിക്കുന്ന സ്ഥലമാണിതെന്നാണ് വിശ്വാസം. അതിന്റെ പ്രതീകമായി വിനായകന്റെ വലതു കൈയിൽ ശിവലിംഗം വെച്ചിരിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 6 അടി ഉയരത്തോടു കൂടി വലിപ്പമേറിയ പ്രതിഷ്ഠയാണിവിടെ. സാധാരണ വിനായക പ്രതിഷ്ഠകളിൽ 4 കൈകൾ ഉണ്ടാവും. എന്നാൽ പിള്ളയാർപട്ടിയിൽ ഭഗവാൻ 2 കൈകളോടുകൂടി വലംപുരി വിനായകരായാണ് ദർശനം നൽകുന്നത്. വലതു കൈയിൽ ശിവലിംഗം വെച്ച് അർത്ഥപത്മാസനത്തിൽ ധ്യാനനിരതനായാണ് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നത്. തുമ്പിക്കൈ വലതുവശത്തേക്ക് വളച്ചു വെച്ചിരിക്കുന്നതിനാലാണ് ഭഗവാനെ വലംപുരി വിനായകർ എന്ന് പറയുന്നത്. പാർവതീദേവി വേദങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഗണപതി അത് കേട്ട് പകർത്തിയെഴുതിയ സ്ഥലമാണിതെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഗണപതിയെ ഇവിടെ കற்பക വിനായകർ എന്നാണ് അറിയപ്പെടുന്നത്. ദേവലോകത്തിൽ കற்பക വൃക്ഷം എങ്ങനെയാണോ സൗഭാഗ്യങ്ങൾ ചൊരിയുന്നത്, അതുപോലെ ഭഗവാൻ ഇവിടെ ഭക്തരുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തുന്നു എന്നാണ് കற்பക വിനായകർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിരുച്ചെന്തൂരിൽ മുരുകൻ ശൂരപത്മാസുരനെ വധിച്ച ശേഷം ശിവനെ പൂജിച്ച് പാപത്തിന് പരിഹാരം തേടുന്നത് പോലെയാണ് ഇവിടെയും ഗണപതി കയ്യിൽ ശിവലിംഗം വെച്ച് ധ്യാനനിരതനായിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ തിരുപ്പത്തൂർ താലൂക്കിൽ പിള്ളയാർപട്ടി എന്ന ഗ്രാമത്തിലാണ് കற்பക വിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മധുരൈ നഗരത്തിൽ നിന്നും ഏകദേശം 75 കിലോമീറ്റർ അകലെയായും കാരൈക്കുടിയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായുമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു മല തുരന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഗുഹാക്ഷേത്രത്തിനോട് സാദൃശ്യമുള്ള ഈ ക്ഷേത്രം തമിഴിൽ കുടവറൈ കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വശം മല തുരന്നും മറുവശം കരിങ്കല്ലുകളാൽ നിർമ്മിതവുമാണ്. ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പഴക്കത്തെക്കുറിച്ചും നിർമ്മാണത്തെക്കുറിച്ചും 3 ഭാഗങ്ങളായി പറയുന്നുണ്ട്. ഏകദേശം 1600 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുന്ന ഈ ക്ഷേത്രം അതിനു മുൻപേ നിലനിന്നിരുന്നതായും ചില ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മന്റെ സേനാധിപതിയും മഹേന്ദ്രവർമ്മന്റെ മകനായ നരസിംഹവർമ്മന്റെ അടുത്ത സുഹൃത്തുമായിരുന്നു പരംജ്യോതി. ഒരിക്കൽ പല്ലവരും ചാലൂക്യരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പല്ലവർ ചാലൂക്യ രാജാവായിരുന്ന പുലികേശിയെ പരാജയപ്പെടുത്തുകയും ചാലൂക്യരുടെ തലസ്ഥാനമായ വാതാപി നഗരം പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് നരസിംഹവർമ്മന്റെ അനുമതിയോടെ അവിടെ ഉണ്ടായിരുന്ന സ്വർണവും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളും പല്ലവ സൈന്യം കൈക്കലാക്കി. എന്നാൽ സേനാധിപതിയായ പരംജ്യോതി സ്വർണവും മറ്റും എടുക്കുന്നതിന് പകരം വാതാപിയിലുണ്ടായിരുന്ന വിനായക വിഗ്രഹത്തെ നരസിംഹവർമ്മന്റെ അനുമതിയോടെ എടുത്തുകൊണ്ടുവന്നു. സ്വന്തം നാട്ടിൽ കൊണ്ടുവന്ന വിഗ്രഹം പരംജ്യോതി ഒരു ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. എന്നാൽ ചാലൂക്യരെ പരാജയപ്പെടുത്തി അവിടെ നിന്നും വിഗ്രഹം എടുത്തുകൊണ്ട് വന്നതുപോലെ മറ്റാരെങ്കിലും പല്ലവരാജ്യം ആക്രമിച്ച് വിഗ്രഹം തങ്ങളുടെ പക്കൽ നിന്നും കൈക്കലാക്കുമോ എന്നൊരു ഭയം പരംജ്യോതിക്കുണ്ടായി. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പരംജ്യോതിയെ ആശ്വസിപ്പിച്ച നരസിംഹവർമ്മൻ തന്റെ പിതാവായ മഹേന്ദ്രവർമ്മൻ നിർമ്മിച്ച കുടവറൈ ക്ഷേത്രങ്ങൾ കാണാനായി ഒരു യാത്ര പുറപ്പെട്ടു. ചെന്നൈക്കു സമീപം മഹാബലിപുരത്തുള്ള കുടവറൈ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങൾ മഹേന്ദ്രവർമ്മന്റെ ഭരണകാലത്ത് നിർമ്മിച്ചവയാണ്. ഇത്തരത്തിൽ യാത്ര തുടരവെ നരസിംഹവർമ്മൻ പിള്ളയാർപട്ടിക്ക് സമീപം ഒരു ചെറിയ മല കാണാനിടയായി. ഉടൻ നരസിംഹവർമ്മൻ ആ പാറ തുരന്ന് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും വാതാപിയിൽ നിന്നും കൊണ്ടുവന്ന വിനായകനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ചില ചരിത്രങ്ങൾ പറയുന്നത്. ഈ ചരിത്രങ്ങളെല്ലാം തന്നെ 1955 പിള്ളയാർപട്ടി സ്ഥലപുരാണം എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്. എന്നാൽ പിന്നീട് 1965 ചരിത്രകാരനായ ഡോക്ടർ നാഗസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച ശിലാലിഖിതങ്ങൾ പ്രകാരം പല്ലവർക്ക് മുൻപേ ഇടക്കാല പാണ്ഡ്യന്മാർ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് കണ്ടെത്തി. മാത്രവുമല്ല ഈ സ്ഥലത്തിന്റെ ആദ്യകാല നാമം എരുക്കാട്ടൂർ എന്നാണ് എന്നും മനസ്സിലാക്കി. ഇതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ ക്ഷേത്രത്തിലെ ശിലാലിഖിതങ്ങളിൽ ക്ഷേത്രത്തിന്റെ ശില്പിയായ എരുക്കാട്ടൂർ പെരുന്തച്ചൻ എന്ന പേരും രാജാവിന്റെ പേര് കോ പെരുംപരണൻ എന്നും കൊത്തിവെച്ചിരുന്നു.
പിള്ളയാർപട്ടി എന്ന് പേര് വരുന്നതിന് മുൻപ് ഈ സ്ഥലത്തിന്റെ പേര് എരിക്കാട്ടൂർ എന്നായിരുന്നു എന്നത് സംഘകാല കവിയായ എരിക്കാട്ടൂർ തായം കണ്ണനാരുടെ പേരിൽ നിന്നും മനസ്സിലാക്കാം. പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ നാട്ടുകോട്ടെ ചെട്ടിയാർമാരുടെ കൈവശം വന്ന ഈ ക്ഷേത്രം ഇപ്പോഴും അവരുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വടക്ക് ദർശനമായാണ് കற்பക വിനായക സന്നിധി. പാറ തുരന്ന് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇവിടെ ഗണപതിയെ പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കില്ല. വലിയ രൂപമായതുകൊണ്ട് തന്നെ ശ്രീകോവിലിന് മുന്നിൽ നിന്നാൽ ഭഗവാനെ നന്നായി ദർശിക്കാൻ സാധിക്കും. ക്ഷേത്ര ഭാരവാഹികളും ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. തൊഴിൽപരമായ ഉയർച്ചയ്ക്കും ജീവിതത്തിലെ ഉന്നതിക്കും വേണ്ടി ധാരാളം ഭക്തർ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് പിള്ളയാർപട്ടിയിലെ കற்பക വിനായക ക്ഷേത്രം. വിനായകർക്ക് ചന്ദനക്കാപ്പ്, ഭസ്മാഭിഷേകം, കറുകപ്പുൽ മാല ചാർത്തൽ, നാളികേരം ഉടയ്ക്കുന്നത് എല്ലാം ഇവിടത്തെ പ്രധാന പൂജകളാണ്. ആഗ്രഹ സാഫല്യം ലഭിക്കുന്നവർ ഇവിടെ വന്ന് തേങ്ങ ഉടയ്ക്കുന്നത് ഒരു പതിവാണ്. ക്ഷിപ്രപ്രസാദിയായ കற்பക വിനായകനെ ഇവിടെ ആദി വിനായകനെന്നും ദേശി വിനായകനെന്നും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ വടക്ക് ഗോപുരം വഴി കയറി വിനായകരെയും മറ്റ് സന്നിധികളെയും ദർശിച്ച ശേഷം കിഴക്ക് ഗോപുരം വഴി പുറത്തേക്ക് വരണമെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ചണ്ഡികേശ്വരർ, മഹാലക്ഷ്മി, ഭൈരവർ, വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യൻ, നവഗ്രഹങ്ങൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. എല്ലാ മാസത്തിലെയും ചതുർത്ഥി, അമാവാസി, പ്രദോഷം എന്നിവ പ്രധാനമായി ആഘോഷിക്കാറുണ്ട്. ഇവിടത്തെ ഏറ്റവും വിപുലമായ ഉത്സവം വർഷത്തിലൊരിക്കൽ നടക്കുന്ന പിള്ളയാർ ചതുർത്ഥി അഥവാ വിനായക ചതുർത്ഥിയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. ഈ ക്ഷേത്രത്തിൽ തിരുവീശ്വർ, മരുതീശ്വർ, സെഞ്ചടേശ്വർ എന്നീ 3 ശിവലിംഗ പ്രതിഷ്ഠകളും ശിവകാമി അമ്മൻ, വാടാമലർ മങ്കയമ്മൻ, സൗന്ദരനായിക അമ്മൻ എന്നിങ്ങനെ 3 ദേവീ സന്നിധികളുമുണ്ട്. ഈ സന്നിധികളെല്ലാം തന്നെ ഒരേ സ്ഥലത്ത് കാണാൻ സാധിക്കും. ഇതുകൂടാതെ ഇവിടത്തെ കാത്യായനി അമ്മൻ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചാൽ ചൊവ്വാദോഷം മൂലമുണ്ടാകുന്ന വിവാഹ തടസ്സം മാറുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് തേരുത്സവവും ഇവിടെ നടക്കാറുണ്ട്. വിനായക ചതുർത്ഥി ഉത്സവത്തിൽ എടുത്തു പറയേണ്ടത് വിനായകന് സമർപ്പിക്കുന്ന ഭീമാകാരമായ കൊഴുക്കട്ടയാണ്. ഉത്സവത്തിന്റെ 10ാമത്തെ ദിവസം ചതുർത്ഥി നാളിലാണ് ഈ കൊഴുക്കട്ട ഭഗവാന് സമർപ്പിക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ കൊഴുക്കട്ട പാകമാകാൻ 2 ദിവസമാകുമത്രേ. 18 കിലോ അരിമാവ്, 2 കിലോ എള്ള്, 6 കിലോ കടലപ്പരിപ്പ്, 50 തേങ്ങ, 40 കിലോ ശർക്കര, 1 കിലോ നെയ്യ്, 100 ഗ്രാം ഏലക്ക എന്നിവ ഉപയോഗിച്ചാണത്രേ ഈ ഭീമാകാരമായ കൊഴുക്കട്ട തയ്യാറാക്കുന്നത്. ഭഗവാന് നിവേദിച്ച ശേഷം ഈ കൊഴുക്കട്ട ഭക്തർക്ക് പ്രസാദമായി നൽകും. ഈ ക്ഷേത്രത്തിലെ സ്ഥലവൃക്ഷം മരുതമരമാണ്. രാവിലെ 6 മണി മുതൽ 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8:30 വരെയുമാണ് ദർശന സമയം. ജീവിതത്തിലെ ഭാഗ്യ തടസ്സങ്ങൾ മാറുന്നതിനും ജീവിത വിജയം ഉണ്ടാകുന്നതിനും വേണ്ടി ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത്. കற்பക വിനായക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.